സോ മഞ്ഞുമൽ ബോയ്സ് ടീം മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്കിങ് ദി അതേഴ്സ്. സോ ഞാൻ പേഴ്സണലി വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ നാട് മഞ്ഞുമലാണ്. അപ്പോൾ സത്യം ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തൊട്ട് എനിക്കുള്ളൊരു ഡൗട്ടാണ്, ഇത് നമ്മുടെ എറണാകുളം മഞ്ഞുമലിൽ നടക്കുന്ന കഥയാണോ അതോ വേറെ ഏതെങ്കിലും ഫിക്ഷണൽ സ്ഥലത്ത് നടക്കുന്ന കഥയാണോ? എനിക്ക് തോന്നുന്ന ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. പ്ലീസ് ചിദംബരം സർ. ഹലോ, ഹായ്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മഞ്ഞുമലിൽ നടക്കുന്ന കഥ തന്നെയാണ്. ഇത് ശരിക്കുമുള്ള നടന്ന ഒരു സംഭവത്തിനെ പറ്റിയുള്ള ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും ഇത് വന്ന് കാണാൻ നമ്മളെല്ലാവരും ഇതിൽ ഒരേപോലെ പ്രയത്നിച്ചിട്ടുണ്ട്. പ്ലീസ് കം ആൻഡ് വാച്ച്. ഐ അഷ്യൂർ യു ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു. താങ്ക് യു. ഇനി നമുക്ക് സൗബിന്യക്ക് സിനിമയെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത് കേൾക്കാം. ഒന്നും പറയാനില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അഭിനയിച്ചൊരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കാരണം ഇത് റിയൽ നടന്നൊരു സംഭവമായതുകൊണ്ട് അതിനെ കറക്റ്റായിട്ട് അതിലോട്ട് ചെയ്യാൻ വേണ്ടി വളരെ കുറേ അധികം എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമ്മുടെ ക്യാമറമാൻ ഷൈജു ആണെങ്കിലും എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ളൊരു നല്ലൊരു വർക്കാണ്. അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു മൂവി തന്നെയാണ്. ഉറപ്പായിട്ടും തിയേറ്ററിൽ എല്ലാവർക്കും ത്രില്ലായിട്ടിരിക്കുന്നു. 100% ഉറപ്പായിട്ടുണ്ട്. സോ ബാക്കി കാസ്റ്റ് മെമ്പേഴ്സും ക്രൂ മെമ്പേഴ്സും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ചിങ്ങാസി. യെസ്. ഓക്കെ, താങ്ക്സ് ഫോർ സ്റ്റേയിങ്. നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് താങ്ക് യു. ഇത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയൊരു പടമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൂട്ടുകാർ ഒരുമിച്ച് കൊടൈക്കനാലിൽ പോയി അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഡൂയിങ് ദ ഫിലിം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായതുകൊണ്ട് വളരെ പേഴ്സണലായിരുന്നു പടം. അപ്പോൾ ഐ ആം ഷുവർ അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. യു വിൽ ഫീൽ ഇറ്റ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ കാണാൻ വരും ആൻഡ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ അസ്. താങ്ക് യു. ഇനി അടുത്തത് ദീപക് പറമ്പോൾ.